ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഉപവാസകാലം ആരംഭിക്കുകയാണ്. നോൻപ് കാലം ഒരു പുണ്യകാലമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. നോൻപ് കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ക്ഷാര ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നെറ്റിയിൽ ചാരം പൂശുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും സങ്കടത്തോടു കൂടിയാണ് ഈ കാലഘട്ടം ആരംഭിക്കുന്നത്. എന്നാൽ സങ്കടത്തോടെയല്ല, സന്തോഷത്തോടു കൂടി ആരംഭിക്കുവാനുള്ളൊരു കാലഘട്ടമാണ്. അതിന് കാരണം നമ്മളിനി കൂടുതൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു, കൂടുതൽ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു, ഈശോയോട് ചേർന്ന് നിൽക്കുന്നു. ഇനിയുള്ള 40 ദിനങ്ങളൊക്കെ അറിഞ്ഞ് സ്നേഹിക്കുവാനും അറിഞ്ഞ് പ്രവർത്തിക്കുവാനും നന്മ ചെയ്യുവാനുള്ള അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു രൂപം, നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനുള്ള സമയമാണ് ഈ നോൻപ് കാലത്തിലെ പുണ്യകാലം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വന്നു പോയിട്ടുള്ള അവയൊക്കെ മാറ്റിക്കൊണ്ട് അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട് ദൈവത്തിന് ചേർന്ന മക്കളായി തീരുവാനുള്ള ഈ നല്ല കാലം നല്ല രീതിയിൽ ഉപയോഗിക്കുവാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവമക്കളെന്നുള്ള നിലയിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലുമൊക്കെ തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയൊക്കെ മാറ്റിക്കൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ മക്കളോടും അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ, നമ്മുടെ ഈ ലോകത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സഹായം ആവശ്യമുള്ള എല്ലാ മക്കൾക്കും സഹായം ചെയ്തുകൊണ്ട് കൂടുതൽ കരുത്തോടെ കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് ഈ സമയം നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 40 ദിനം അത് ഒരു യാത്രയായിട്ട് കാണുവാനായിട്ട്, ദൈവവുമായിട്ട് സ്നേഹപൂർവ്വം മനുഷ്യരുമായിട്ട് പ്രകൃതിയുമായിട്ട് പ്രപഞ്ചവുമായിട്ട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ നമുക്ക് ഏവർക്ക് നൽകണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ നോൻപ് കാലത്തെ സ്വീകരിക്കാം. നിങ്ങൾക്ക് ഏവർക്കും ഈ 40 ദിനങ്ങളിൽ നിരവധി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഭവങ്ങൾ നമുക്ക് ഏവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ജീവിതം ഈ യാത്ര കടന്ന് ഈശോയുടെ ഉത്ഥാനത്തിലെത്തി ആ ഉത്ഥാനത്തിൽ ഈശോയോടൊപ്പം ഉയർക്കുവാനുള്ളവരാണ് നമ്മളെന്ന ബോധ്യത്തോടു കൂടി ശക്തമായിട്ട് ധീരമായിട്ട് ഈ നോൻപ് കാലത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായിട്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ ദിനങ്ങളൊക്കെ കൂടുതൽ അനുഗ്രഹപ്രദമായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വായനയിൽ ആദ്യത്തെ വായന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മൾ ഉപവസിക്കുമ്പോൾ വിഷാദത്തോടെ കരഞ്ഞ് സങ്കടത്തോടെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോഴേക്കും വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ സന്തോഷത്തോടുകൂടി ആയിരിക്കണമെന്നുള്ളത് തന്നെയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞത് സന്തോഷത്തോടെയാണ് ആയിരിക്കേണ്ടത്, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ആയിപ്പോകരുത്. നമ്മുടെ 40 ദിനങ്ങൾ ഇന്ന് ആരംഭിക്കുമ്പോൾ എനിക്കിന്ന് ഈ ദിവസം ഒരു യാത്രയുടെ തുടക്കമായിട്ട് കാണുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ടൂറിനൊക്കെ പോകുന്നതാണ്. ടൂറിന് പോകുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വെളുപ്പിന് ഇതുപോലെയൊക്കെ വരും. വന്നിട്ട് എല്ലാം ശരിയായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. നമ്മളിന്ന് നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. വ്യത്യാസമുള്ളത്, നെറ്റിയിൽ സാധാരണ നമ്മൾ തന്നെ കുരിശ് വരയ്ക്കുന്നത്, എന്നാൽ ഇന്ന് നമ്മുടെ നെറ്റിയിൽ കാർമ്മികർ കുരിശ് വരയ്ക്കുന്നു. സാധാരണ വരയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് കുരിശ് വരയ്ക്കുക. അപ്പോൾ ഒരു യാത്രയുടെ അനുഭവം
നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യാത്രയിൽ ഇന്ന് കുരിശു വരക്കുമ്പോൾ പറയുന്ന വാചകം, മനുഷ്യ നീ ഓർക്കുക, നീ പൊടിയായതിനാൽ പൊടിയിലേക്ക് തന്നെ മടങ്ങും. അപ്പോൾ നമ്മുടെ ഈ യാത്ര, പ്രത്യേകിച്ച് ഈ വർഷം, അത് പ്രത്യാശയോടുകൂടിയുള്ള ഒരു യാത്രയായിരിക്കണമെന്ന് സഭ നിഷ്കർഷിക്കുമ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്തൊക്കെയാണ് എന്നുകൂടി പറയാം. ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലെ അനശ്വരത, നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരത. ജീവിതം നശ്വരമാണ്. സമയം കടന്നു പോകും. നമ്മുടെ യഥാർത്ഥ ഭവനം ദൈവത്തിങ്കലാണ്. നമുക്കറിയാം, ഇന്ന് ജീവിക്കുന്ന എല്ലാവരും തന്നെ നാളെ എത്ര നാൾ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ആയതിനാൽ അറിഞ്ഞ് ജീവിക്കുവാനുള്ള സമയം, നമ്മുടെ ജീവിതം അറിഞ്ഞ് സ്നേഹിക്കുവാനുള്ള സമയം, അറിഞ്ഞു കൊടുക്കുവാനുള്ള സമയം. ആയതിനാൽ നമ്മുടെ യാത്ര നമുക്ക് ആരംഭിക്കാം. ആമുഖത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ യാത്രയുടെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. നമ്മളൊരു ബസ്സിലാണെങ്കിൽ ചിലപ്പോൾ തിരക്ക് കൂടുമ്പോൾ നമുക്ക് എന്തെങ്കിലും പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ വീണു പോകും. അപ്പോൾ ഈ ജീവിതയാത്രയിൽ നമ്മൾ പിടിക്കേണ്ട 3 തൂണുകൾ നമുക്കറിയാവുന്ന തൂണുകളാണ്. ഒന്നാമത്തത് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ തൂണിൽ പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതയാത്ര. രണ്ടാമത്തേത് ഉപവാസം എന്ന തൂണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ദാനധർമ്മം. ഇന്നത്തെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ട് വായിച്ചു കേട്ടു. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിപ്പോകരുത്. ഞാനിതാ ഈ തൂണുമേൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ തൂണിൻ്റെ ശക്തിയിൽ നിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആരും യാത്ര ചെയ്യൂല. പക്ഷേ ആ ബോധ്യം ഉണ്ടാവണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനുള്ള ഒരവസരമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം, ഈശോയുമായിട്ടുള്ള ബന്ധം. നാം പ്രാർത്ഥിക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മൗനമായിട്ട് ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നു. എങ്ങനെയാണ് ഈശോ എപ്പോഴും പ്രാർത്ഥിക്കുന്നു? ദൈവവുമായിട്ടുള്ള ബന്ധം എന്നും കാത്തു സൂക്ഷിക്കുന്ന ഈശോയെ പ്രാർത്ഥനയുടെ തന്നെ ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണുന്നു. വീണ്ടും മർത്തായെയും മറിയത്തിൻ്റെയും പരാതിയിൽ, അല്ലെങ്കിൽ മർത്തായുടെ പരാതിയെക്കുറിച്ച് പറയുമ്പോൾ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ദൈവത്തോട്, ഈശോയോട് മൗനമായിട്ട് ചേർന്ന് നിൽക്കുവാനുമുള്ള അവസരമാണ് ഈ പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ് എന്ന് വിചിന്തനം ചെയ്യുവാനും ഈ പ്രാർത്ഥന കൂടുതൽ ശക്തിപ്പെടുത്തുവാനുമുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം. ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗികളായവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അതുപോലെ പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രണ്ടാമതായിട്ട് ഉപവാസം. യേശു തൻ്റെ പരീക്ഷണ സമയത്ത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഉപവാസം, നോൻപ് കാലം, ഭക്ഷണങ്ങൾ വേണ്ട, വെറുതെ ഭക്ഷണം വേണ്ട എന്ന് വയ്ക്കലല്ല. ഞാൻ എന്തിന് ഭക്ഷണം വേണ്ട എന്ന് വയ്ക്കണം? ഞാൻ എന്തെങ്കിലും ഒരു സാധനം വേണ്ട എന്ന് വയ്ക്കുന്നു എങ്കിൽ അതിന് അർത്ഥമുണ്ടാവണം. ഞാൻ എന്തെങ്കിലും മാറ്റി വയ്ക്കുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കണം. ഞാൻ ഇന്ന് ഭക്ഷിക്കുന്നില്ല എങ്കിൽ ആ ഭക്ഷണം വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയായിരിക്കണം. അപ്പോൾ നമ്മുടെ ഉപവാസങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാവണം. വചനം വായിക്കാനുള്ള സമയമായിട്ട് മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ എത്ര സമയമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനും അതുപോലെ വിനോദത്തിന് വേണ്ടിയൊക്കെ ചിലവഴിക്കുന്നതെന്ന് നോക്കുക. അത് മാറ്റിവെച്ചുകൊണ്ട് ആ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയുള്ള സമയമാക്കി മാറ്റുക. അപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുക, ഞാനിപ്പോൾ TV, മൊബൈല് അതുപോലെയുള്ള അഡിക്ഷനിൽ നിന്നൊക്കെ മാറുന്നു.
ഞാൻ മറ്റുള്ളവരുമായിട്ട് വെറുതെ തമാശ പറഞ്ഞ് സമയം കളയുന്നതൊക്കെ മാറ്റുന്നു. എൻ്റെ ജീവിതത്തിൽ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ ആയിരിക്കുക. വിശുദ്ധ ബെനഡിക്റ്റ് പറയുന്ന പോലെ ഓറ എത്ത് ലബോറ, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റുക, അതാണ് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ. ആയതിനാൽ അമിതമായ നമ്മളുടെ ചിന്തകൾ, അമിതമായ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മിതത്വം പാലിക്കുക എല്ലാറ്റിലും, അതാണ് ഉപവസിക്കുക എന്ന് പറയുന്നത്. ദാനധർമ്മം നടത്തുമ്പോൾ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ 2-ാം 17-ാം വാക്യം, വൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ക്രൈസ്തവരെന്ന് പറയുന്ന നമ്മൾ, ഉപവാസം അനുഷ്ഠിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, നമ്മൾ നന്മ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. നന്മ ചെയ്യാതെയുള്ള നമ്മുടെ ഓരോ ജീവിതയാത്രയും വെറുതെയാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെയുള്ളവർ, മറ്റുള്ളവർ, അപ്പോൾ നമ്മുടെ കാഴ്ചകളും അകത്തും പുറത്തും ഒക്കെ കാഴ്ച. ഒരു ബസ്സിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്തുള്ളവർ നമ്മൾ നോക്കുന്നു. പുറത്ത് ചിലപ്പോൾ പാവപ്പെട്ടവരും ദുരിതം അനുഭവിക്കുന്നവരെ കാണുകയാണെങ്കിൽ അവരെയൊക്കെ കണ്ട് അവരെയൊക്കെ ശുശ്രൂഷിക്കുവാനുള്ള വലിയ ഒരു ദൗത്യം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ യാത്ര ശുഭമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മറന്നു പോകാൻ പാടില്ലാത്തത് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 സൂചിപ്പിക്കുന്നുണ്ട്. ലാസറിൻ്റെ പരിദേവനം കേൾക്കാത്ത മനുഷ്യരായി പോകരുത്. അവൻ്റെ പടിവാതിക്കൽ ലാസർ എന്ന ദരിദ്രൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പടിവാതിക്കൽ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. നമ്മുടെ ചിന്തയിൽ ദാരിദ്ര്യം പിടിച്ച ഒരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ നോൻപ് കാലം എന്ന് പറഞ്ഞാൽ വിശുദ്ധ സമയമാണ്, പുണ്യ ദിനങ്ങളാണ്. വസ്ത്രം കീറി ചാക്ക് ധരിച്ച് ചാരം പൂശി മുന്നോട്ട് നീങ്ങുന്നവരെ നോക്കി ജോയൽ പ്രവാചകൻ പറയുന്നത് നമ്മൾ വായിച്ചു കേട്ടു. നിങ്ങളുടെ വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. ബാഹ്യമായ ചടങ്ങുകളല്ല, ആന്തരികമായ ഒരു വിശുദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ സ്നാപയോഹന്നാൻ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരിക, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആയതിനാൽ യാത്രയിൽ പതറിപ്പോകാൻ പാടില്ല. ഇസ്രായേൽ ജനം യാത്ര ചെയ്തപ്പോൾ പതറിപ്പോയത് സംഖ്യാപുസ്തകം 11-ാം അധ്യായം 12-ാം അധ്യായം 13-ാം അധ്യായം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ദൈവത്തിനെ എതിരെ പിറുപിറുക്കുന്ന ഇസ്രായേൽ ജനം അവിടുന്ന് നൽകിയ ഭക്ഷണം പോലും ഇഷ്ടപ്പെടാതെ, മധുരം നിറഞ്ഞ മന്ന കിട്ടിയപ്പോൾ, തേൻ നിറഞ്ഞ മന്ന കിട്ടിയപ്പോൾ അവരുടെ ചിന്ത മുഴുവനും ഈജിപ്തിലെ ഇറച്ചിപ്പാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ പഴയ ജീവിത രീതിയിലേക്ക് കടക്കുവാനായിട്ട്, കൂടുതൽ രുചികരമായ ഭക്ഷണം കഴിക്കുവാനായിട്ട്, കൂടുതൽ രുചികരമായ വസ്തുക്കളിലേക്ക് ഏകാഗ്രത കാക്കുവാനായിട്ട് ശ്രമിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ ആ തെറ്റ് നമുക്കൊരിക്കലും ആവർത്തിക്കാതിരിക്കാം. യാത്രയിൽ നമ്മൾ മുന്നോട്ട് നോക്കുക, പിന്നോട്ട് നോക്കി നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കാനുള്ളതല്ല, മറിച്ച് നന്മ ചെയ്യുവാനുള്ള ഒരു കാലഘട്ടമാക്കി നമുക്കിതിനെ മാറ്റാം. ശിഷ്യന്മാർ ഈശോയില്ലാതെ യാത്ര ചെയ്തപ്പോൾ അവർ തളർന്നു പോയത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈശോയുടെ കൂടെ നിന്ന ശിഷ്യന്മാർ പോലും പറഞ്ഞു, ഈ വചനം കഠിനമാണ്. ആയതിനാൽ അവന് വിട്ടുപോയ ശിഷ്യന്മാരെക്കുറിച്ചും യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 66 പറയുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈശോയോട് ചേർന്ന് ഈ 3 തൂണുകളോടൊപ്പം തന്നെ അത് ഏറ്റവും വലിയ ലക്ഷ്യമായ ഈശോയിലേക്ക് എത്തിച്ചേരുവാനുള്ള യാത്രയാണ്. 40 ദിവസങ്ങൾ ഈ യാത്ര, ഈ യാത്രയിൽ വിജയിക്കുക എന്നുള്ളതും വിശ്വസ്തരായിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആയതിനാൽ പ്രത്യേകിച്ച് ഈ നോൻപ് കാലം, നമ്മളുടെ അങ്ങനെ നോൻപ് കാലത്തിലെ ഓരോ ദിവസവും അത് അറിഞ്ഞ് സ്നേഹിക്കുവാനായിട്ട്, അറിഞ്ഞ് ജീവിക്കുവാനായിട്ട്, അറിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഓർക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ വിദ്വേഷം ഉണ്ടെങ്കിൽ അവയൊക്കെ മാറ്റിവെക്കുവാനായിട്ട്, അവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറുവാനായിട്ട്, ആരെങ്കിലും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ തിരിച്ചു പിടിക്കുവാനായിട്ടുള്ള സമയമാക്കി നമുക്ക് മാറ്റാം. പ്രത്യേകിച്ച്
നോൻപ് കാലത്തെ ഒരു സമരകാലമായിട്ട് കൂടി നമുക്ക് കാണുവാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അത് നമ്മോടുള്ള സമരം, മറ്റുള്ളവരോടുള്ള സമരം, നമ്മുടെ സിസ്റ്റത്തിനോടുള്ള സമരം, പ്രസ്ഥാനത്തോടുള്ള സമരം, പാർട്ടികളോടും ഗവൺമെൻറ്റിനോടുമുള്ള സമരം എന്ന് പറയുമ്പോൾ ആരുമായിട്ട് തല്ലുപിടിക്കാനുള്ളതല്ല. നമുക്കറിയാം നമ്മുടെ മുനമ്പത്തെ സമരം, വിഴിഞ്ഞത്തെ സമരം, ഈ സമരങ്ങളൊക്കെ തോറ്റുപോയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാതെ പോയത് കൊണ്ടാണ്. അപ്പോൾ സമരം ചെയ്യുമ്പോൾ ലക്ഷ്യം മറന്നു പോകരുത്. നമ്മുടെ ലക്ഷ്യം അത് ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്യം മറന്നു പോകാതെ മുന്നോട്ട് പോകണം. മറ്റുള്ളവർ ആരൊക്കെ എന്ത് പറഞ്ഞാലും അത് ശ്രദ്ധിക്കാതെ നമ്മുടെ ശ്രദ്ധ അത് ദൈവത്തിലേക്കായിരിക്കണം. മറ്റ് ശക്തികളുടെ സ്വാധീനത്തിൽ പെട്ടു പോകാതെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ ജീവിതം വിശുദ്ധവാരം കടന്ന് അത് പെസഹകാലം കഴിഞ്ഞ് അത് ഉയർപ്പിലേക്കുള്ള പുതിയ ഒരു തുടക്കമായിട്ട് മാറ്റണം. വിഭാഗീയതയും ഭിന്നതയും ഒക്കെ കടന്നു വരുമ്പോഴും അവയൊക്കെ മാറ്റി തെറിപ്പിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്തിമ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. സഹനങ്ങളിൽ ക്ഷമാശീലം ആവശ്യമാണ്. മതിമറന്ന് അഹങ്കരിക്കാതെ ഈ യാത്ര, ഈ നോൻപ് കാലം അതൊരു പുണ്യകാലമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇത് ഒരു യാത്രയാണ്, ഇത് ഒരു സമരമാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഭൗതികമായ വസ്തുക്കളോടുമുള്ള സമരം. അതിൽ വിജയിക്കുവാനായിട്ട് നമുക്ക് അവർക്ക് സാധിക്കട്ടെ. ഇന്ന് വരയ്ക്കുന്ന ആ കുരിശ് അത് രക്ഷയുടെ കുരിശാണ്. അത് ഏറ്റുവാങ്ങുവാനായിട്ട്, അത് അനുതാപത്തോടുകൂടി പുതിയ മാനസരായി തീർന്നുകൊണ്ടയക്കുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പുണ്യകാലത്തിൻ്റെ, ഒരു നോൻപ് കാലത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, നമുക്ക് പരസ്പരം സഹായിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വത്സര സഹോദരരെ, പശ്ചാത്താപത്തിൻ്റെ അടയാളമായി നമ്മുടെ ശിരസിൽ പൂശുന്ന ഈ ക്ഷാരം പിതാവായ ദൈവം അവിടുത്തെ സമൃദ്ധമായ കൃപയാൽ കനിഞ്ഞ് ആശീർവദിക്കണമെന്ന് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എളിമയിൽ കനിയുകയും പരിഹാര പ്രവർത്തികളിൽ സംപ്രീതനാകുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കരുണയും ചെവിചായ്ക്കുകയും ഈ ക്ഷാരത്താൽ മുദ്രിതമാകുന്ന അങ്ങേ ദാസരുടെ മേൽ അങ്ങേ അനുഗ്രഹധാര ദയാപൂർവം വർഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ തപസ്സുകാലാചരണത്തിലൂടെ അങ്ങേ പുത്രൻ്റെ പെസഹാരഹസ്യം സംശുദ്ധമായ മനസ്സോടെ ആഘോഷിക്കുവാൻ അണയുന്നതിന് ഈ മക്കളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റരുളേണമേ.